ഇറാൻ യുദ്ധത്തിലെ താൽക്കാലിക വെടിനിർത്തൽ അവസാനിക്കാൻ 2 ദിവസം കൂടി ബാക്കി നിൽക്കെ സംഘർഷം കൂടുതൽ മുറുകുന്നു എന്ന തരത്തിലാണ് വാർത്തകൾ. ഇറാൻ യുദ്ധം ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിയ കപ്പലുകളുടെ സഞ്ചാരം മാത്രമല്ല പ്രതിസന്ധിയിലാക്കിയത്. 50 ദിവസം മുൻപ് കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനിയുടെ സംസ്കാര ചടങ്ങുകളെയും കൂടിയാണ്. യുദ്ധത്തിന്റെ ആദ്യ ദിവസം തന്നെ, അതായത് ഫെബ്രുവരി 28-നാണ് ആയത്തുള്ള അലി കൊല്ലപ്പെട്ടത്. 7 ആഴ്ചകൾക്ക് ശേഷവും അദ്ദേഹത്തിന്റെ സംസ്കാരം തീരുമാനിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. വലിയ പൊതു സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് ഇറാന്റെ പദ്ധതി. അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരായ പ്രതീകാത്മക യുദ്ധമായി ചടങ്ങിനെ മാറ്റാൻ ഇറാൻ ഭരണകൂടം ശ്രമിക്കുന്നുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. സംസ്കാര ചടങ്ങിൽ ലോകം സാക്ഷിയാകുന്നത് ഇറാനികൾ എന്ന ജനസാഗരത്തെ ആകണമെന്ന് സൈനിക കേന്ദ്രമായ IRGCക്ക് നിർബന്ധമുണ്ട്. പക്ഷേ അതിന്റെ അപകട സാധ്യതകൾ കൂടി അധികൃതർ വിലയിരുത്തി വരികയാണ്. പ്രത്യേകിച്ച് ഇസ്രയേൽ US ആക്രമണങ്ങളുടെ ഭീഷണി, ബഹുജന ഒത്തുചേരലുകൾക്ക് സംഘർഷ സാധ്യത എന്നിവയാണ് സംസ്കാര ചടങ്ങുകൾ വൈകുന്നതിന് പ്രധാന കാരണം. നിലവിലെ സാഹചര്യങ്ങളിൽ സംസ്കാര ചടങ്ങുകളുമായി മുന്നോട്ടു പോകാൻ ഭരണകൂടം വിമുഖത കാണിക്കുന്നുണ്ട്. ഇറാനിലെ നിലവിലുള്ള പാരമ്പര്യങ്ങളിൽ നിന്നുള്ള അസാധാരണമായ വ്യതിചലനമാണ് ഭൗതികാവശിഷ്ടങ്ങൾ സംസ്കരിച്ചിട്ടില്ല എന്നത്. ആഭ്യന്തര വിയോജിപ്പിനെയും വിവര നിയന്ത്രണത്തെയും കുറിച്ചുള്ള ആശങ്കകളും നിലനിൽക്കുന്നു. ഏതെങ്കിലും പൊതുചടങ്ങുകളിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ചും സർക്കാർ ജാഗ്രത പുലർത്തുന്നുണ്ട്. 1989-ൽ ടെഹ്റാനിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ ഒത്തുകൂടിയ ചടങ്ങിലാണ് മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള റൂഹുല്ല മൂസവി ഖുമൈനിയുടെ സംസ്കാര ചടങ്ങ് അന്ന് ഭരണകൂടം നടത്തിയത്. കാലതാമസമില്ലാതെയായിരുന്നു ആ ചടങ്ങെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഫെബ്രുവരി മുതൽ വ്യോമാക്രമണങ്ങളും അസ്ഥിരതയുമാണ് ഇറാനിൽ. ആയത്തുള്ള അലി ഖമനിയുടെ മരണത്തെ തുടർന്ന് വിപുലമായ പൊതുയോഗങ്ങൾ ഇറാനിൽ കാര്യമായി നടന്നിട്ടില്ല. വടക്ക് കിഴക്കൻ ഇറാനിലെ ഖമനിയുടെ ജന്മനാടായ മഷ്ഹദിനെ ഖബറിട സ്ഥലമായി ഇറാനിയൻ അധികൃതർ പരിഗണിക്കുന്നുണ്ട്. ഇമാം റസ ആരാധനാലയം ഇവിടെയാണ്. ആരാധനാലയത്തിന് സമീപം ഖമനിയെ അടക്കം ചെയ്യുന്നതാണ് ആലോചിക്കുന്നത്. US ഇസ്രായേൽ ആക്രമണങ്ങൾ ശക്തമായതോടെ മാർച്ച് 4-ന് ആരംഭിക്കാനിരുന്ന 3 ദിവസത്തെ ഔദ്യോഗിക സംസ്കാരത്തിനുള്ള പ്രാരംഭ പദ്ധതികൾ ഉപേക്ഷിച്ചതായി നേരത്തെ ഇറാൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നു. അഭൂതപൂർവമായ പൊതു പങ്കാളിത്തം പ്രതീക്ഷിച്ചതാണ് കാലതാമസത്തിന് കാരണമെന്ന് അധികൃതർ പിന്നീട് പറഞ്ഞിരുന്നു. പക്ഷേ തീയതി ഇതുവരെ അന്തിമമായിട്ടില്ല. ആയത്തുള്ള ഖമനിയെ മരിച്ചിട്ട് ആഴ്ചകൾ കഴിഞ്ഞിട്ടും അടുത്ത പരമോന്നത നേതാവായ മുജ്തബ ഇതുവരെ പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. പിതാവിനെ സംസ്കരിക്കാൻ തീരുമാനിച്ചാൽ ഭരണകൂടം അദ്ദേഹത്തിന്റെ അസാന്നിധ്യം വിശദീകരിക്കേണ്ടി വരും. പിതാവ് കൊല്ലപ്പെട്ട അതേ ബോംബാക്രമണത്തിലാണ് മകന് ഗുരുതര പരിക്കേറ്റത് എന്ന് ഇറാനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ കൃത്യമായി സൂചിപ്പിക്കുന്നുമുണ്ട്. അതിനിടെ ഇറാനിയൻ സർക്കാരിന് വേണ്ടി ആയുധ ഇടപാടുകളിൽ ഇടനിലക്കാരിയായതിന് ഇറാനിയൻ വംശജയായ ഒരു US പൗരത്വമുള്ള സ്ത്രീയെ ലോസ് ഏഞ്ചൽസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അറസ്റ്റ് ചെയ്തു. ഷമീം മഫി എന്ന 44-കാരിയാണ് അറസ്റ്റിലായിരിക്കുന്നത്. സുഡാനിലെ ആഭ്യന്തര യുദ്ധത്തിനായി ഉദ്ദേശിച്ചിരുന്ന സായുധ ഡ്രോണുകൾ, ബോംബ് ഫ്യൂസുകൾ, വെടിക്കോപ്പുകൾ എന്നിവയായിരുന്നു ഇടപാടുകളിൽ ഉൾപ്പെട്ടത് എന്ന് ആരോപിക്കപ്പെടുന്നുണ്ട്. ഇറാനിയൻ പ്രതിരോധ സായുധ സേന ലോജിസ്റ്റിക് മന്ത്രാലയത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഇറാനിയൻ സൈനിക ഗ്രേഡ് ആളില്ലാ വിമാനങ്ങളായ മൊഹാജർ 6 എന്ന സായുധ ഡ്രോണുകൾക്കായുള്ള $70 മില്യൺ വരുന്ന ഇടപാട് യുവതി നടത്തിയെന്ന് ന്യൂയോർക്ക് ടൈംസ് പത്രം പറയുന്നു. 2023 മുതൽ ആഭ്യന്തര യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സുഡാനിലെ പ്രതിരോധ മന്ത്രാലയത്തിലേക്ക് 55,000 ബോംബ് ഫ്യൂസുകൾ യുവതി ഉൾപ്പെടുന്ന ഇതേ ശൃംഖല കൈമാറിയതായും ആരോപിക്കപ്പെടുന്നുണ്ട്. 2022 ഡിസംബർ മുതൽ 2025 ജൂൺ വരെ ഇറാന്റെ ഇന്റലിജൻസ് ആൻഡ് സെക്യൂരിറ്റി മന്ത്രാലയവുമായി മാഫി നേരിട്ട് ബന്ധപ്പെട്ടിരുന്നുവെന്ന് ഫോൺ രേഖകൾ കാണിക്കുന്നതായും കോടതി ഫയലിംഗുകൾ പറയുന്നുണ്ട്. ഇറാനിൽ നിന്നുള്ള വിവരങ്ങൾ ശത്രുപക്ഷത്തിന് ലഭിക്കുന്നതായി സംശയമുള്ള ചാരന്മാരെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇറാൻ. ഇസ്രായേലിന്റെ മൊസാദ് ഇന്റലിജൻസ് സർവീസുമായി സഹകരിച്ചതിനും രാജ്യത്തിനുള്ളിൽ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തതിനും ശിക്ഷിക്കപ്പെട്ട 2 പേരെ ഇറാൻ വധിച്ചു. ഇറാൻ ജുഡീഷ്യറി വാർത്താ ഏജൻസി മിസാനാണ് ഈ ചാരന്മാരെ വധിച്ചതായുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മുഹമ്മദ് മസൂൺ ഷാഫി, ഹമീദ് വാലിഡി എന്നിവർ മൊസാദുമായി ബന്ധപ്പെട്ട ഒരു ചാരശൃംഖലയിൽ ഉൾപ്പെട്ടവരാണ് എന്നും ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയുൾപ്പെടെ വിദേശത്ത് പരിശീലനം നേടിയിട്ടുണ്ട് എന്നും മിസാൻ റിപ്പോർട്ട് ചെയ്യുന്നു. ദൈവത്തിനെതിരായ ശത്രുതാപരമായ ഗ്രൂപ്പുകളുമായി സഹകരിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് ശിക്ഷ വിധിച്ചത്. വധശിക്ഷ നടപ്പാക്കുന്നതിന് മുൻപ് സുപ്രീം കോടതി അവരുടെ ശിക്ഷ ശരിവെച്ചിരുന്നുവെന്നും വാർത്താ ഏജൻസി മിസാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള നിരന്തരമായ സംഘർഷങ്ങൾക്കിടയിൽ പാകിസ്ഥാനിലെ ഇറാൻ അംബാസിഡർ റസ അമിരി മൊഗദം യുഎസിനെ വിമർശിച്ച് രംഗത്ത് വന്നതും ശ്രദ്ധേയമാണ്. അന്താരാഷ്ട്ര നിയമം ലംഘിക്കുന്നത് തുടർന്ന് ഉപരോധം ഇരട്ടിയാക്കി ഇറാനുമേൽ കൂടുതൽ യുദ്ധക്കുറ്റങ്ങൾ ചുമത്തി ഭീഷണിപ്പെടുത്തി യുക്തിരഹിതമായ ആവശ്യങ്ങൾ ഉന്നയിക്കാതെയുള്ള നയതന്ത്രം തുടരാൻ ഇറാൻ അനുവദിക്കില്ല. ഹോർമൂസിൽ നാവിക ഉപരോധം നിലനിൽക്കുന്നിടത്തോളം പ്രതിസന്ധിക്ക് അയവുണ്ടാകില്ല എന്നും റസ അമരി മൊഗദം സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ഇറാനിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിൽ പിന്നാലെ ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അവിടെ ജനജീവിതം സാധാരണ രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമാധാനം എത്രനാൾ എന്ന ചോദ്യം ഒരു ഭാഗത്ത് അവശേഷിക്കുന്നുണ്ട് എങ്കിലും സഖ്യരാഷ്ട്രങ്ങൾ ഇനിയൊരു കൈവിട്ട കളിക്ക് മുതിരില്ല എന്നാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെ ലോക രാഷ്ട്രീയ ചലനങ്ങൾ നിരീക്ഷിച്ചാൽ വ്യക്തമാകുക. ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നുവെന്നും അതിനാൽ ആ രാജ്യത്തെ ഭരണകൂടത്തെ തന്നെ മറിച്ചിട്ട് ലോകത്തെ രക്ഷിക്കുകയായിരുന്നു ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും ഇറാൻ പടപ്പുറപ്പാടിന്റെ ന്യായം. 1.5 മാസത്തെ യുദ്ധത്തിന് ശേഷം ഈ ലക്ഷ്യം കൈവരിക്കാനായില്ല എന്ന് മാത്രമല്ല, വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി കാലങ്ങളായി ഇറാൻ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ വരെ യുഎസിന് അംഗീകരിക്കേണ്ടി വന്നു. ഹോർമൂസിൽ നിയന്ത്രണം സ്ഥാപിച്ച് ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കുമെന്ന് യുദ്ധം തുടങ്ങിയ ശേഷം ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇറാൻ ഹോർമൂസ് സമ്പൂർണ്ണമായി അടച്ച് ആഗോള എണ്ണക്കടത്തിന് തടയിട്ടത്. ഒപ്പം ഗൾഫ് രാജ്യങ്ങളിലെ യുഎസിന്റെ എണ്ണ നിലയങ്ങൾ ആക്രമിക്കുകയും ചെയ്തു. കാര്യങ്ങൾ കൈവിട്ടുവെന്ന് മനസ്സിലായതോടെ യുദ്ധത്തിൽ യുഎസിനൊപ്പം നിലയുറപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ച രാജ്യങ്ങളൊക്കെ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപിനോട് ആവശ്യപ്പെടുകയോ നിഷ്പക്ഷത പാലിക്കുകയോ ചെയ്തു. ഇത് യൂറോപ്പുമായുള്ള അമേരിക്കയുടെ ബന്ധം വഷളാക്കി. ഇറാനെ ആക്രമിക്കാൻ യുഎസിനും ഇസ്രായേലിനും തങ്ങളുടെ സൈനിക നിലയങ്ങൾ വിട്ടു നൽകില്ല എന്ന് വ്യക്തമാക്കിയ ബ്രിട്ടൻ ഇപ്പോൾ ഫ്രാൻസുമായി ചേർന്ന് ഹോർമൂസിലെ അനിശ്ചിതത്വം അവസാനിപ്പിക്കാനായി പുതിയൊരു സഖ്യത്തിന് രൂപം നൽകിയിട്ടുമുണ്ട്. ഹോർമൂസ് വിഷയത്തിൽ ഇറാൻ അനുകൂലമായി UN രക്ഷാസമിതിയിൽ ചൈനയും റഷ്യയും നിലപാട് സ്വീകരിച്ചതും അമേരിക്കയുടെ അപ്രമാദിത്വത്തിന് കളങ്കമേൽപ്പിച്ചു. യുദ്ധം ആഗോള വിപണിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയതോടെ സ്വന്തം ജനതയും ട്രംപിനെതിരെ തിരിഞ്ഞ അവസ്ഥയുണ്ടായി. ഇങ്ങനെ എല്ലാ രീതിയിലും തിരിച്ചടി നേരിട്ടതോടെയാണ് ട്രംപ് സമവായ ചർച്ചകൾക്ക് വഴങ്ങിയത്. ആക്രമണം തുടങ്ങുക മാത്രമല്ല, സമാധാന ശ്രമങ്ങളെ തുരങ്കം വെക്കുക കൂടി ഇസ്രായേൽ അമേരിക്ക പക്ഷത്തിന്റെ രീതിയാണ്. ഇറാന്റെ അതിഥികളെയും അവിടുത്തെ നേതാക്കളെയും കൊല്ലുന്നതടക്കമുള്ള ചതിപ്രയോഗങ്ങൾക്ക് പുറമെ സമാധാന ചർച്ച നടക്കുന്ന വേളയിൽ തന്നെ യുദ്ധം തുടരുന്ന ശൈലിയും അവർക്ക് സ്വന്തമാണ്. ഇറാനുമായി ആണവ വിഷയത്തിൽ ഒത്തുതീർപ്പായി എന്ന ഘട്ടത്തിലെത്തിയപ്പോഴാണല്ലോ പെട്ടെന്ന് അമേരിക്ക യുദ്ധം തുടങ്ങിയത്. മധ്യസ്ഥത വിജയിക്കുമെന്ന ഘട്ടമെത്തിയപ്പോൾ അതും അട്ടിമറിച്ചു. ഇപ്പോഴും അത് ആവർത്തിക്കുന്നു. വെടിനിർത്തൽ ലെബനനിലും ബാധകമാണ് എന്ന് ഒത്തുതീർപ്പിൽ എടുത്തു പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇസ്രായേലി സമ്മർദ്ദം കാരണം അമേരിക്ക അതിൽ നിന്ന് പിൻവാങ്ങി. പിന്നീടാണ് വീണ്ടും കരാറുണ്ടാക്കിയത്. ഇനി പാകിസ്ഥാനിലെ സമാധാന ചർച്ചകളിലേക്ക് തിരികെ വന്നാൽ, ഇറാനെതിരെ കടുത്ത ഭീഷണിയുമായി പ്രസിഡന്റ് ട്രംപ് വീണ്ടും രംഗത്തെത്തിയതാണ് കാര്യങ്ങൾ കുഴപ്പിച്ചത് എന്ന് അന്താരാഷ്ട്ര വിദഗ്ധർ പറയുന്നു. ചർച്ചകളുടെ അന്തരീക്ഷത്തെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയ പ്രസ്താവന ഒടുവിൽ ഇറാന്റെ പിന്മാറ്റത്തിൽ എത്തി നിൽക്കുകയാണ്. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിൽ ഇറാൻ ന്യായമായ ഒരു കരാറിന് തയ്യാറാകുന്നില്ലെങ്കിൽ പ്രത്യാഘാതം കഠിനമായിരിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാന്റെ വൈദ്യുതി നിലയങ്ങൾ, പാലങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ഇറാൻ വെടിനിർത്തൽ കരാർ പൂർണ്ണമായി ലംഘിച്ചുവെന്നും ട്രംപ് ആരോപിക്കുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. തന്ത്രപ്രധാനമായ ഈ കപ്പൽപാത ഇറാൻ വീണ്ടും അടച്ചിരുന്നു. കപ്പലുകൾക്ക് നേരെ ഇറാൻ വെടിയുതിർത്തത് വെടിനിർത്തൽ കരാർ ലംഘനമാണ് എന്നും ട്രംപ് ആരോപിക്കുന്നുണ്ട്. വെടിനിർത്തൽ കാലാവധി അവസാനിക്കാനിരിക്കെ രണ്ടാം ഘട്ട ഇസ്ലാമാബാദ് ചർച്ചകൾ പരാജയപ്പെട്ടാൽ അത് ആഗോള ഊർജ്ജ വിപണിയെയും വലിയ തോതിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഒരു വശത്ത് നയതന്ത്ര ചർച്ചകളുടെ സാധ്യത തേടുമ്പോഴും മറുവശത്ത് സൈനിക നീക്കത്തിനുള്ള സാധ്യതകളും അമേരിക്ക തള്ളിക്കളയുന്നില്ല. യുദ്ധം തുടങ്ങിയ ശേഷമുള്ള ആദ്യഘട്ട ചർച്ചയിൽ പങ്കെടുത്ത അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് തന്നെയാണ് ഇത്തവണയും ചർച്ച നയിക്കുന്നത്. ട്രംപിന്റെ മരുമകൻ ജാവദ് കുഷ്ണറും ട്രംപിന്റെ വിശ്വസ്തൻ സ്റ്റീവ് വിറ്റ്കോഫും ചർച്ചയുടെ ഭാഗമാണ്. ഇസ്ലാമാബാദിൽ നടന്ന ആദ്യഘട്ട ചർച്ച പരാജയപ്പെട്ടതാണ്. എന്നാൽ തർക്കം പരിഹരിക്കുന്നതിൽ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് എന്ന് ഇരുപക്ഷവും അവകാശപ്പെടുന്നു. ചർച്ച നടക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പാകിസ്ഥാൻ. ചർച്ചയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് ഇസ്ലാമാബാദിലും റാവൽപിണ്ടിയിലും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് നടത്തിയിരിക്കുന്നത്. റാവൽപിണ്ടിയിൽ 10,000-ലധികം പോലീസുകാരെ വിന്യസിച്ചിട്ടുമുണ്ട്. റാവൽപിണ്ടിയിലെ നൂർഖാൻ വ്യോമത്താവളത്തിലാകും അമേരിക്കൻ ഇറാൻ പ്രതിനിധി സംഘം ഇറങ്ങുക. ഇവിടെ നിന്നാണ് ഇവർ ഇസ്ലാമാബാദിലേക്ക് പോകുന്നത്. ഈ സാഹചര്യത്തിലാണ് റാവൽപിണ്ടിയിൽ സുരക്ഷ ഉയർത്തിയത്. പ്രധാന റോഡുകളടക്കം തടഞ്ഞുകൊണ്ടാണ് സുരക്ഷാ വിന്യാസം. ഏപ്രിൽ 18-ന് അർദ്ധരാത്രി മുതൽ സുരക്ഷാ വിന്യാസം ആരംഭിക്കുകയും ചെയ്തു. ചർച്ച വിജയകരമായാൽ മധ്യസ്ഥ രാജ്യമെന്ന നിലയിൽ പാകിസ്ഥാന് ലോകത്തിന് മുന്നിൽ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ കഴിയും. എന്നാൽ അമേരിക്കയുടെ ദല്ലാളായാണ് ഇറാൻ പാകിസ്ഥാനെ കാണുന്നത്. ആ വിശ്വാസക്കുറവ് ഇറാൻ പരസ്യമായി പറയുകയും ചെയ്തു. പാകിസ്ഥാൻ ചീഫ് ഓഫ്
ഡിഫൻസ് ഫോഴ്സ് അസിം മുനീറിന് ഇറാനിലെ IRGCയുമായി അടുത്ത ബന്ധമുള്ളത് അമേരിക്കൻ നയതന്ത്രജ്ഞരെയും അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. അസിം മുനീർ അമേരിക്കയ്ക്ക് ബാധ്യതയാകുമെന്ന് പലരും ട്രംപിന് മുന്നറിയിപ്പ് നൽകിയതുമാണ്.